രാഹുവും കേതുവും എപ്പോഴും ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരും. രാഹു ഇവിടെ നിൽക്കുന്ന അവരുടെ ഏഴാമത്തെ പടി കേതു 1, 2, 3, 4, 5, 6, 7. രാഹുവും കേതുവും എപ്പോഴും 180 180 വ്യത്യാസമായിട്ടും വന്നില്ല. സൂര്യനും ബുധനും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും 30 ഇത് രണ്ടും എപ്പോഴും ഓർമ്മിച്ചു അടുത്തടുത്ത് കാണുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ചു വെക്കുക. ഈ രാശിയൊക്കെ ഇപ്പൊ നമ്മൾ നോട്ട്ബുക്കുകളിലേക്ക് വേണ്ടിയുണ്ടെങ്കിൽ അതിനൊന്ന് വരച്ചു വെച്ചോളൂ. കാരണം ഇനി നമുക്ക് ഭാവരേഖ വരയ്ക്കാനാണ് പഠിക്കുന്നത്. ഇവിടെ ഓർമ്മിച്ചു വെക്കാനുള്ള കാര്യം ലഗ്നം 35 ഡിഗ്രിയാണ്. ഇപ്പൊ ഇടവ ലഗ്നമാണ് എന്ന് ഓർമ്മിച്ചു വെക്കുക. ഇതിന്റെ ശേഷമാണ് ഈ ബാക്കി കാര്യങ്ങൾ നമ്മൾ ധാരാളപ്പെടുത്തുന്നത്. ഇവിടെ നമ്മൾ മുമ്പ് വരച്ച രാശിചക്രം അതേപടി വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ലഗ്നം 35 ഡിഗ്രി ഇടവ രാശി അത് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി ഭാവം അടയാളപ്പെടുത്തണം. ഭാവം അടയാളപ്പെടുത്തണമെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടി കാണുക. രാശിയും ഭാവവും നിന്നുള്ള വീഡിയോ ഒന്നുകൂടി കാണുക. നമ്മൾ ജനിക്കുന്ന സമയത്ത് കിഴക്ക് ഭാഗത്തുള്ള രാശിയാണ് ലഗ്നം എന്ന് പറഞ്ഞു. പക്ഷേ ലഗ്നം ഏകദേശം 30 ഡിഗ്രിയാണ് വരിക. ഓരോ സ്ഥലത്തും രണ്ടാമതും ഏഴാമതും ആദ്യം ചെറിയ വേരിയേഷൻ വരും. എന്നാലും കണക്ക് കൂട്ടാനുള്ള 30 ഡിഗ്രി ഇപ്പോൾ പറയും. അതിൽ നിന്നും ലഗ്ന കുടത്തിൽ നിന്നും എങ്ങനെ ഭാവചക്രം ഉണ്ടാകും അതാണ് ഈ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ലഗ്നം 35 ഡിഗ്രിയാണ് ലഗ്നം. നമ്മളിപ്പം ഈ കുട്ടി ജനിക്കുമ്പോൾ ഇടവരാശിയുടെ 5 ഡിഗ്രി ആയിരുന്നു കിഴക്ക് ഭാഗത്തിൽ നിന്നിട്ട് എന്ന് കാണുന്നത് മനസ്സിലാക്കാൻ. അപ്പം ഭാവചക്രം ഉണ്ടാവണമെങ്കിൽ ലഗ്നം ഏത് രാശിയിൽ നിൽക്കുന്നോ അതാണ് ഒന്നാമത്തെ ഭാവമായി വരിക. അപ്പൊ ഈ 35 എന്നുള്ളത് നമ്മളിവിടെ എഴുതും. ഈ കളിയിൽ എഴുതും മധ്യഭാഗത്തായി. ഇത് ഭാവം തുടങ്ങുന്നതും ഇത് ഭാവം അവസാനിക്കുന്നതും ആയ ഡിഗ്രികളാണ്. അപ്പൊ ഇവിടെ 35 എഴുതി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് 15 ഡിഗ്രി ഇവിടെ ഭാവം തുടങ്ങും. ഇവിടെ 15 ഡിഗ്രി കഴിഞ്ഞിട്ട് ഭാവം അവസാനിക്കും. അതിന്റെ ടോട്ടൽ 30 ഡിഗ്രി. ഇവിടെ നമ്മൾ 35 ഡിഗ്രി എഴുതി കഴിഞ്ഞാൽ 35 15 മൈനസ് 20 ഡിഗ്രി. ഇവിടെ 35 15 കൂടുതൽ 50 ഡിഗ്രി. നമ്മൾ എന്താ എഴുതുക? 20 മുതൽ 50 ഡിഗ്രി വരെ ഒന്നാം ഭാവം, 50 ഡിഗ്രി മുതൽ 80 ഡിഗ്രി വരെ രണ്ടാം ഭാവം. ഇങ്ങനെ 30 കൂട്ടിയിട്ട് ഈ ഭാവചക്രം ഈ ടേബിൾ ആദ്യം ഉണ്ടാക്കണം. ആദ്യം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കണം. ഇപ്പോൾ നമ്മൾ ഈ ടേബിൾ മുഴുവനായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ലഗ്നം 35 ഡിഗ്രി ആയിരുന്നു. അത് ഭാവത്തിന്റെ മധ്യത്തിൽ വരും എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. അതിൽ നിന്ന് 15 ഡിഗ്രി മൈനസ് ചെയ്യണം. 20 15 ഡിഗ്രി ആഡ് ചെയ്യണം, കൂട്ടണം. 9 20 മുതൽ 50 വരെ ഒന്നാം ഭാവം. അതുപോലെ നെക്സ്റ്റ് 50 അവസാനിച്ചു. അതിലാണ് നെക്സ്റ്റ് ഭാവം 50 തുടങ്ങും. 50 മുതൽ 80 വരെ രണ്ടാം ഭാവം. അതിന്റെ മധ്യത്തിൽ ഭാവം 80 ഇവിടെ കഴിഞ്ഞു. മൂന്നാം ഭാവം അവിടെ തുടങ്ങുന്നു. 80 മുതൽ 110 വരെ മൂന്നാം ഭാവം. 110 മുതൽ 140 വരെ നാലാം ഭാവം. 140 മുതൽ 170 വരെ അഞ്ചാം ഭാവം. ഇങ്ങനെ നമ്മൾ കൂട്ടിപ്പോയി ഇവിടെ 11ാം ഭാവം 320 മുതൽ 350 വരെ. അതിന്റെ മധ്യത്തില് 335. ഇത് എളുപ്പം എന്തായാലും 30 കൂട്ടിപ്പോയാൽ മതി. നമുക്ക് എളുപ്പം കിട്ടും. ഇത് എല്ലായിടത്തും ഇതുപോലെ കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഭൂമിയിലെ നക്ഷാംശ രേഖാംശത്തിനെല്ലാം മാറ്റം വരും. ഓരോ രാശിക്കും അതിൻ്റെതായിട്ട് വ്യത്യാസം വരും. ചെറിയ രാശികളും വലിയ രാശികളും എല്ലാം ഉണ്ട്. അതിനനുസരിച്ച് കണക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇത് സൂക്ഷ്മമായിട്ട് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അന്ന് നമുക്ക് വരും. ഇപ്പോൾ ബേസിക് കാലത്തായിട്ട് മനസ്സിലാക്കാം. 320 മുതൽ 350 വരെ 11ാം ഭാവം. അവസാനത്തെ ഭാവം 12ാം ഭാവം 350 നിന്ന് 30 കൂടണം. അപ്പൊ എത്ര വരും? 380 വരും. 380. പക്ഷെ നമുക്ക് ഇവിടെ 360 ഉള്ളൂ. കാൽക്കുലേഷൻ പ്രകാരം 360 ഉള്ളൂ. 380 വരുകയും ചെയ്യും. അപ്പൊ 380 നിന്ന് 380 നിന്ന് 360 മൈനസ് ചെയ്യണം. ഒരു ഫുൾ സർക്കിൾ തുടങ്ങി.
രണ്ടാമത്തെ 20 380 മൈനസ് 360 350 മൈനസ് 0 അതിന്റെ 20 ആ 20 ഇവിടെ എഴുതണം. 12-ാം ഭാവം 350 ഡിഗ്രിക്ക് 20 ഡിഗ്രിക്ക് ഇവിടെ ഏതെല്ലാം ഗ്രഹങ്ങൾ വരുന്നുണ്ടോ അതെല്ലാം 12-ാം ഭാവത്തിൽ വരും. ഇതിന്റെ മധ്യബിന്ദുവാണ് ഇവിടെ വരിക. 12-ാം ഭാവത്തിന്റെ മധ്യമാണ് 5 ഡിഗ്രിയുടെ കാണിച്ചത്. ഓരോ ഭാവത്തിന്റെയും മധ്യത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് ശക്തി കൂടും. ഭാവത്തിനനുസരിച്ച് ശക്തി കൂടിയും കുറഞ്ഞു വരും. അത് നമ്മൾ കൂടുതൽ നിങ്ങൾക്ക് പഠിക്കും. അതിനെക്കുറിച്ച് ഇത്രയും ഓർമ്മിച്ചു വെക്കുക. 1-ാം ഭാവം 20 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെ ഏതെല്ലാം ഗ്രഹങ്ങളുണ്ടോ അതെല്ലാം 1-ാം ഭാവത്തിൽ വരും. അത് ഈ നമ്മുടെ രാശിയിലും ഭാവം കണ്ടു. ഇവിടെ 1-ാം ഭാവം നമ്മൾ കണ്ടു 72 ലഗ്നം വന്നത് 35 ഡിഗ്രി ആയിരുന്നു. അത് ഇവിടെ ഇത് 1-ാം ഭാവം, 2-ാം ഭാവം, 3-ാം ഭാവം, 4-ാം ഭാവം, 5-ാം ഭാവം, 6-ാം ഭാവം, 7-ാം ഭാവം, 8-ാം ഭാവം, 9-ാം ഭാവം, 10-ാം ഭാവം, 11-ാം ഭാവം, 12-ാം ഭാവം. ഇതൊക്കെ ഓർമ്മിക്കുക. ഈ ജാതകത്തിലെ ഭാവസ്ഥിതിയിൽ 1-ാം ഭാവാധിപൻ എന്ന് പറഞ്ഞാൽ ഇടവരാശിയാണെങ്കിൽ അതിന്റെ അധിപൻ ശുക്രനായിരിക്കും 1-ാം ഭാവാധിപനായിട്ട് വരും. ഇതെപ്പോഴും ഓർമ്മിക്കുക. നമ്മൾ ഈ ഭാവചക്രം ഒന്ന് അടയാളപ്പെടുത്തിയത് ഇതും കൂടി എന്തെല്ലാം വ്യത്യാസം വരുന്നുണ്ട് എന്ന് നോക്കാം. ഡിഗ്രി അനുസരിച്ചിട്ടാണ് ഭാവം അടയാളപ്പെടുത്തുക. ഞാനിവിടെ ഓരോ ഭാവത്തിൽ നിന്ന് ഗ്രഹങ്ങൾ ഈ വഴിയിൽ എഴുതാം. മുമ്പ് നമ്മൾ അടയാളപ്പെടുത്തിയ ഡിഗ്രി ഒന്ന് ഓർമ്മിച്ചു വെക്കുക. ഇതിൽ എന്തെല്ലാം വ്യത്യാസം വരുന്നുണ്ട് എന്ന് നോക്കാം. ഇവിടെയാണ് ഗ്രഹങ്ങൾ അടയാളപ്പെടുത്തുക. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ടേബിൾ പൂർണ്ണമായി എഴുതി കഴിഞ്ഞു. ഗ്രഹത്തിന്റെ ഗ്രഹകുടം അതായത് ഡിഗ്രി സെക്കൻഡ് അനുസരിച്ചിട്ട് ഏതെല്ലാം ഭാവത്തിൽ നിൽക്കുന്നു നമ്മൾ ഇപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രഹം ലഗ്നം നിന്നിരുന്നത് 35 ഡിഗ്രി ആയിരുന്നു. അത് കാരണം നമ്മുടെ ലഗ്നം ഇവിടെ എഴുതി. അതുപോലെ ഓരോ ഗ്രഹത്തിന്റെയും സ്ഥാനം 7 ഡിഗ്രി അകത്ത് വരുന്നു അതിനനുസരിച്ച് എഴുതി വരും. ഇവിടെ ഗുരുവിനും ബുധനും എല്ലാം ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. 110 ഇവിടെ 110 നമ്മൾ ഗ്രഹത്തിൽ 110 ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ അത് 3-ാം ഭാവത്തിൽ വരുമോ 4-ാം ഭാവത്തിൽ വരുമോ എന്നുള്ളതാണ്. അപ്പോൾ ശരിയായ കണക്ക് പ്രകാരം നമുക്ക് നോക്കാം. 110 തന്നെയാണോ അതോ 110-നും ഇത്തിരി ഒരു സെക്കൻഡ് അപ്പുറത്തേക്ക് പോയി വന്നു. എക്സാക്ട് 110 ആണെങ്കിൽ ഇവിടെ എഴുതാം. അതിന്റെ അവസാനിക്കുന്നത് 110-ലാണ്. ഇത്തിരി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ഭാവത്തിലേക്ക് അതിനെ എഴുതണം. ഇവിടെ ഞാൻ 110 എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് കാരണം ബുധനെയെല്ലാം അവസാനിക്കുന്ന ആ ഡിഗ്രി തന്നെയാണ് എഴുതിയിരിക്കുന്നത്. 110 ഒരു അവസാനിക്കുന്നത് 230 അവസാനിക്കുന്നത് ബുധൻ അവസാനിക്കുന്നത്. അത് കാരണം ഇവിടെ തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഭാവം നമ്മൾ കണ്ടു. ഇവിടെ 35 ഡിഗ്രിയാണ് ഇടവലഗ്നം. അത് കാരണം ഈ 1-ാം ഭാവം 35 ഡിഗ്രി വരുന്നത് ഇടവത്തിൽ. ഇത് 1-ാം ഭാവം 1 എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആയിരിക്കുന്നത് 1-ാം ഭാവം, 2-ാം ഭാവം, 3-ാം ഭാവം, 4-ാം ഭാവം, 5, 6, 7, 8, 9, 10, 11, 12. ഇവിടെ മേടരാശിയുടെ സ്ഥലത്ത് 12-ാം